വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാടി വരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ യഥേഷ്ടം മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കപ്പലപകടം കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് KLCA ശ്രദ്ധ ക്ഷണിക്കൽ സായാഹ്നം സംഘടിപ്പിച്ചു. തുടർച്ചയായി കേരള തീരത്തിനടുത്തുണ്ടാകുന്ന കപ്പലപകടങ്ങൾ തീരവാസികൾക്ക് ആശങ്ക വരുത്തുകയും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുകയാണെന്ന് കേരള ലാറ്റിൻ കത്തലിക് അസോസിയേഷൻ കൊച്ചി രൂപത വ്യക്തമാക്കി. അവരുടെ ഫോട്ടോ കാണാനോ അല്ല നമ്മളിങ്ങനെ കേസെടുക്കണമെന്ന് പറയാൻ കാരണം, നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്ത് പൗരന് സുരക്ഷ നൽകുക എന്നത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണ്. നമ്മളൊക്കെ ഹെൽമെറ്റ് വെക്കാതെ എവിടെയെങ്കിലും വീടിന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഉടനെ അതിന് കേസ് വരും. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ അത് സൈക്കിൾ ആണെങ്കിൽ പോലും ഒരു ഇലക്ട്രിക് പോസ്റ്റ് മറിച്ചിട്ടാൽ അതിനും കേസ് വരും. എന്താ കാരണം? ഈ രാജ്യത്ത് കോഗനൈസബിൾ ആയിട്ടുള്ള, അതായത് പോലീസിന് നേരിട്ട് FIR എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറ്റകൃത്യം എവിടെ നടന്നാലും, പൈരിസാറിനൊക്കെ അറിയാം, കുറ്റകൃത്യം എവിടെ നടന്നാലും അതിനെതിരെ നടപടികൾ ഉണ്ടാകണം എന്നതാണ് ഒരു രാജ്യത്തെ, ജനാധിപത്യ രാജ്യത്തെ നിയമങ്ങൾ പറയുന്നത്. അപകടങ്ങൾ പരിസ്ഥിതിക്ക് ഉണ്ടാക്കുന്ന ആഘാതം സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ അധികൃതർ പുറത്തുവിടണമെന്നും സർക്കാർ ശക്തമായ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും മത്സ്യത്തൊഴിലാളികൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തോപ്പുംപടി BOT ജംഗ്ഷനിൽ KLCA കൊച്ചി രൂപതയുടെ നേതൃത്വത്തിൽ നടത്തിയ ശ്രദ്ധ ക്ഷണിക്കൽ സമരം KLCA സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറിൻ J. തോമസ് ഉദ്ഘാടനം ചെയ്തു. രൂപത പ്രസിഡന്റ് പൈലി ആലുങ്കൽ അധ്യക്ഷത വഹിച്ചു. നിലപാടുകൾ എടുക്കുന്നതിലൊന്നും മടുത്തു അല്ലെങ്കിൽ മടിഞ്ഞു. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം അന്വേഷിക്കുന്നത് വളരെ വ്യക്തമാണ്. വിഴിഞ്ഞത്തേക്ക് ഏറ്റവും കൂടുതൽ കപ്പലുകൾ വരുന്നത് MSC കമ്പനിയുടെ നേതൃത്വത്തിലാണ് എന്ന് നമുക്കറിയാം. ഇനിയും ചാർട്ടേഡായിട്ട് വിഴിഞ്ഞത്തേക്ക് എത്തുവാനുള്ള ഏകദേശം 36-ലേറെ കപ്പലുകളെന്നാണ് പറഞ്ഞു വരുന്നത്. അത്രയും കപ്പലുകൾ വീണ്ടും വിഴിഞ്ഞത്തേക്ക് വരുവാനായിട്ടുള്ളതാണ്. അപ്പൊ കപ്പൽ കമ്പനിക്കെതിരെ നമ്മൾ നിലപാടെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ കമ്പനി വിഴിഞ്ഞത്തേക്കുള്ള അല്ലെങ്കിൽ കേരളത്തേക്കുള്ള വരവ് അങ്ങ് അവസാനിപ്പിച്ച് കളഞ്ഞാൽ അത് വിഴിഞ്ഞം തുറമുഖത്തിന് ഭീമമായ നഷ്ടമുണ്ടാക്കുവാനായിട്ട് ഇടയുണ്ട് എന്നുള്ളൊരു കണക്കുകൂട്ടൽ. ഇൻഷുറൻസ് തട്ടിയെടുക്കുന്നതിനുള്ള ഗൂഢതന്ത്രങ്ങൾ ഈ ലോകത്ത് നടമാടുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് കേരള തീരത്ത് നടന്ന 2 സംഭവങ്ങളും ഇത്തരത്തിലുള്ള ഒരു ഇൻഷുറൻസ് തട്ടിപ്പാണ് എന്നല്ല. എന്നാൽ അത് ആയിക്കൂടെ എന്ന് ചോദിച്ചാൽ അതാകാനും സാധ്യതയുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്തുകൊണ്ട് സർക്കാർ ഈ പറയുന്ന കപ്പലപകടത്തിനെതിരെ ഒരു നടപടിയെടുക്കാൻ തയ്യാറായില്ല എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടത്. തുടർന്ന് ഡയറക്ടർ ഫാദർ ആന്റണി കുഴിവലിൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു ജോസി, ജോ പുളിക്കൽ, TA ഡാൽഫിൻ, ഷാജു ആനന്ദശ്ശേരി, സെബാസ്റ്റ്യൻ, ഹെൻസൻ പോത്തമ്പള്ളി, സിന്ധു ജസ്റ്റിസ് ജെസ്സി കണ്ടനാമ്പറമ്പിൽ, ജോഷി മുരിക്കുന്തറ, ബെന്നി ജോസഫ്, വിദ്യ ജോജി, വിൻസ് പെരിഞ്ചേരി, ലിനു തോമസ്, വിനോദ്, ജോബി, ജോയ്, ജോസ്മോൻ ഇടപ്പറമ്പിൽ, സൈമൻ നീലുവീട്ടിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.